കണ്ടു ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. വേണ്ടറാ, ഫൈസിംഗ് കേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. എന്റെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. എന്നാ അപരാധോടാ ക്ലീറ്റസ് നിങ്ങൾ കാണിച്ച. കഷ്ടം. 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന്. ഇപ്പൊ നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സേവനം ചെയ്യാനായിട്ട് അത് പ്രതിഫലം ഇച്ഛിക്കുന്നില്ല. പക്ഷെ എന്നെ സൈബർ ബുള്ളി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഞങ്ങൾക്ക് മാനസികമായ ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇതിനകത്ത് സംഭവിച്ച കാര്യം. ഇപ്പൊ ഇങ്ങനെ നായ നടുകടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ. ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ മാക്സിമം കാണാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ പറയുന്ന രേണുസുതി കാരണം കഷ്ടപ്പെടുന്ന കുറെ കൂട്ടരുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും കാണണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇപ്പോഴിതാ ബിഗ് ബോസിലേക്ക് പോയിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പും നുണ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി ഇനി ലാലേട്ടനെ വിളിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയുമാണ്. ഇതൊരു രേണുസുതിയുടെ ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. രമ്യ ചേച്ചി, രമ്യ വാ. പിന്നില്ലേ ചേച്ചിയുടെ വാടക വീടാ കേട്ടോ, സ്വന്തം വീടല്ല. വാ ഇവിടെ ഇരിക്കും. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് സ്വന്തം വീടല്ല, ഇത് വാടക വീടാ ഇല്ലയോ? കൊള്ളാം. നല്ല പോയിന്റ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇനി ബിഷപ്പിനെ പോലെയുള്ള ആരെങ്കിലും ഇനി വസ്തു തരണം, എന്നിട്ട് വേണം അവർക്ക് കൂടെ ചെവിതല കേൾക്കാതിരിക്കാൻ. ഇപ്പൊ തന്നെ ആ വസ്തു തന്ന ബിഷപ്പിന് സ്വൈര്യം കൊടുത്തിട്ടില്ല. അപ്പോഴേ ഇനിയും ചേച്ചി വാടക വീട്ടിലാണേ. ഇനി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിക്ക് കൂടെ കുറച്ച് വസ്തു കൊടുത്ത് ഒരു വീട് പണിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് ഇവിടെ ഈ പറയുന്ന നുണരേഷ്മ പറഞ്ഞു വെക്കുന്നത്. ഇതിനെ അങ്ങനെ വിളിക്കാനേ പറ്റത്തുള്ളൂ. കാരണം പറയുന്നതും മറ്റുള്ളവരെ എന്ത് പറയുക താഴ്ത്തി കെട്ടുന്നതും കാണുമ്പോൾ സത്യത്തിലുണ്ടല്ലോ ഇവരോടുള്ള ബഹുമാനമെല്ലാം പോയി. സത്യം പറഞ്ഞാൽ ഇതൊരു ബാക്കി പറയട്ടെ. വീടല്ല, വാ ഇവിടെ ഇരിക്കും. അപ്പൊ എന്റെ വ്ലോഗുമായിട്ട് ഞാൻ വന്നതാ. കുറച്ച് ദിവസം നിക്കാൻ വന്നതാ. അതെയോ? കുറച്ച് ദിവസം നിൽക്കേണ്ട, അങ്ങ് കൂടുതൽ ദിവസം അവിടെ നിന്നു. കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വന്നതാണെന്ന് പെട്ടിയും പറക്കി അവിടെ ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ചെന്നൈയിൽ. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് തലേദിവസം വീഡിയോ ഇട്ടത്. ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണെന്ന്. പൊട്ടന്മാരല്ലേ ഞങ്ങൾ പൊട്ടന്മാരല്ലേ? നിങ്ങൾ ഈ ചതിക്കുന്നത് നിങ്ങളുടെ പ്രേക്ഷകരെയല്ലേ അല്ലേ? ബിഗ് ബോസ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ബിഗ് ബോസ് വരുന്ന കാര്യം നാട്ടുകാരോടൊന്നും പറയരുതെന്നും. രേണു അത് നല്ല രീതിയിൽ തന്നെ അന്ന് അനുസരിച്ചു. അതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു വീഡിയോ. ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ എന്താ പറയാ, ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ ഒന്ന് കിടക്കാനായിട്ട് വന്നതാ. ഇനി ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് കിടന്നോട്ടെ എന്ന രീതിയിൽ പറയുക. ഓക്കെ, ബാക്കി കേട്ടു. അപ്പം ഒരുപാട് ആരോപണങ്ങളും വിവാദങ്ങളും നടക്കുന്നു ചുറ്റും. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് രമ്യ ചേച്ചിയുടെ അഭിപ്രായം, രമ്യാച്ചന്റെ അഭിപ്രായം? ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്, അറിയാലോ. എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ് സുചന്റെ. പിന്നെ ആകെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കരീഷ്മയെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ലെസ് ചേച്ചി, സജന ചേച്ചി, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. പേര് പറഞ്ഞില്ലെങ്കിലും അവരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ കുറച്ച് നല്ലവരായിട്ടുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടാണ്, എന്നെ അറിയാത്തവരും അറിയാവുന്നവരും ഒക്കെ. അപ്പം ഫാമിലി മെമ്പേഴ്സും അല്ല. അപ്പം എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഈ കരീഷ്മയൊക്കെ ഉണ്ട്. കരീഷ്മയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് വേണ്ട വസ്ത്രങ്ങൾ വരെ കൊടുക്കുന്ന ആളാണ്. എന്തൊക്കെ വേണോ ഇതുപോലെ വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ വാച്ച്, അതോടൊപ്പം തന്നെ എന്ത് പറയുക മുടിയുടെ ട്രീറ്റ്മെന്റ്, മുഖത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് തുടങ്ങി എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഈ കരീഷ്മ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഫ്രീ ആയിട്ട് ഈ രേണുവിന് കിട്ടുന്നു അറിയുമ്പോൾ ഉണ്ടല്ലോ, ഇവരാരാ? നമ്മുടെയൊക്കെ ഫ്രണ്ടുകളൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ സഹായം ചെയ്യുമോന്ന് എനിക്കറിയത്തില്ല. ചെയ്താണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ അവർ ഒന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവാം. പക്ഷെ ഇവർ പറയുന്നത് ഇവരുടെ എന്ത് പറയുക ഈ കുട്ടിനിക്കർ തൊട്ട് എല്ലാം ഈ പറയുന്ന കരീഷ്മയെ മേടിച്ചു കൊടുക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ബിഗ് ബോസിലേക്ക് പോകുമ്പോഴത്തേന് നല്ല PR-നെ ഇറക്കി വെച്ചിട്ടുള്ള കളി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജിൻഡോയും അതോടൊപ്പം തന്നെ രജിത് കുമാർ ഇല്ലേ, താടിക്കാരൻ, മുളക് കണ്ണിത്തേച്ചെ, ആ പുള്ളിക്കാരനൊക്കെയാണ് ഈ പുള്ളിക്കാരിയുടെ PR വർക്ക്. അതോടൊപ്പം തന്നെ നല്ല ട്രെയിനിങ്ങും കൊടുത്തിട്ടാണ് ഈ ചേച്ചിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, നല്ല ട്രെയിനിങ്. ജിൻഡോയുടെ ഒക്കെ ആണോ ട്രെയിനിങ്? അതുകൊണ്ട് തന്നെ PR-ന്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ മെഴുകുന്നുണ്ട്. PR വർക്ക് നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ബാക്കിയുള്ള കേട്ടു. ഇതിനെപ്പറ്റി എന്താ പറയണത്? സപ്പോർട്ടിന്റെ അല്ല, ഈ വിവാദങ്ങളെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? വിവാദങ്ങളെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, കാരണം നല്ല വിഷമമുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബങ്ങളിലേക്ക്. കാരണം രേണുവിനെ സംബന്ധിച്ച് രേണു എന്ത് തെറ്റ് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സുധിച്ചേട്ടന്റെ ആകസ്മികമായ ഒരു മരണമായിരുന്നു. അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. തുടർന്ന് അതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല രേണു ഒന്നും ചെയ്തിട്ടില്ല. രേണു ചെയ്തതാണ് എല്ലാം.
രേണു തുടക്കം വെച്ചതാണ് മൊത്തം. എന്നിട്ട് രേണു ഒന്നും ചെയ്തിട്ടില്ല, അവൾ പാപമാണ്, അവൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ ന്യായമാണോ നിങ്ങളൊന്ന് പറഞ്ഞു? ഇവിടെ തുടക്കം വെച്ചത് ആരാണ്? വീടിന്റെ ചോർച്ചയെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? മറുനാടനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? അങ്ങനെ തുടങ്ങി താജുവിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഇതെല്ലാം തുടക്കം വെച്ചത് ആരാണ്? നമ്മളാണോ? ആണോ? ഇതെല്ലാം പറഞ്ഞത് നിങ്ങളുടെ സഹോദരിയാണ്, അതായത് ഈ പറയുന്ന നുണരേഷ്മയാണ്. ഇവർ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞത് മൊത്തം നുണയായത് കൊണ്ട് തന്നെയാണ് ആൾക്കാരെടുത്ത് പ്രതികരിച്ചത്. എന്നിട്ട് ഇപ്പോൾ അത് പറയാ ഞങ്ങൾ എന്ത് ചെയ്തു, സുധിച്ചേട്ടന്റെ ഒരു മരണം മാത്രമേ ഉള്ളല്ലോ. ആ സുധിച്ചേട്ടന്റെ പേരും വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ കൊലാകൊലങ്ങളെല്ലാമാണിത്. ഇന്ന് അദ്ദേഹത്തെ വരാൻ നാറ്റിച്ചു. മരിച്ച അന്നാർക്ക് പോലും സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ നാറ്റിച്ചു. വീണ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാര്യ വന്ന് നാറ്റിച്ചു. ആ കിച്ചുവിനെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാൻ വിട്ടുകൊടുത്തു. എല്ലാം ചെയ്തത് ഈ പറയുന്ന നുണരേഷ്മയാണ്. ഓക്കെ, ബാക്കി പറ. നമ്മള് ഓർത്തിരുന്ന ആൾക്കാര്, നമ്മൾ നല്ലവരെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവര് ഇപ്പം കുറെ വ്ളോഗേഴ്സിനെതിരെ നമ്മൾ കുറെ എല്ലാം എല്ലാവർക്കും അറിയാം, ഒരു വ്ളോഗറിനെതിരെ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്തേക്കുന്നത് ഈ നമ്മൾ ഒരാളെ അയ്യോ അയാൾ നല്ല ആളാണ്, അപ്പൊ അയാൾ വന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർ അറിയാതെ പറഞ്ഞു പോകും, ഇന്ന പോലെ കേസ് നടക്കുന്ന കേസിൽ ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു. ഏതാ ഈ വ്ളോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയോ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി, ഇതെന്താ. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞു ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഒരു 10-12 ഇന്റർവ്യൂയിലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇവരുടെ വീട്ടിൽ വന്നിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ചോർച്ചയുണ്ട് കുഞ്ഞ്, നിങ്ങൾ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇവിടെ ഈ നുണരേഷ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും പറയുന്നത്. നിങ്ങൾ കേട്ടതാണേ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനും പറഞ്ഞു വെക്കുന്നു കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാനിതൊന്നും പറയുന്നില്ലെന്ന്. ഈ കുപ്പായം ഇട്ടത് ആരാണ്? ബിഷപ്പാണ്. അത് അരിയാഹാരം തരുന്നതല്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി ഇത് ബിഷപ്പിനെ കുറിച്ചാണെന്ന്. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത കുറെ PR വർക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ബിഷപ്പിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ബിഷപ്പിന്റെ പേരെന്തിനാ പറയുന്നത്? കുപ്പായം ഇട്ടുകൊണ്ടാണോ അവിടെ ബാക്കിയുള്ളവരൊക്കെ പോയിരുന്നത്? അല്ലല്ലോ. ഇവിടെ കുപ്പായത്തെ ഓർത്തൊന്നും പറയുന്നില്ല എന്ന് പറയുന്ന ഏക വ്യക്തി ബിഷപ്പാണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്കെല്ലാം ക്ലിയർ ആണ്. പിന്നെ വന്നിരുന്നിട്ട് PR വർക്ക് ഇറങ്ങിയിട്ട് കളിക്കുമ്പോൾ ഉണ്ടല്ലോ, നോക്കിയും കണ്ടുമൊക്കെ കളിക്കണം. അതാണ് പറയാനുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ബിഷപ്പിനോട് കാര്യം തിരക്കിയപ്പോൾ ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ 2 വട്ടം മാത്രമേ പോയിട്ടുള്ളൂ. ഒന്ന് വീടിന്റെ വെഞ്ചരിപ്പ്, രണ്ടാമത് സുധിയുടെ ഈ പറയുന്ന 2ാമത്തെ ചരമവാർഷികത്തിന് പോയിരുന്നു, പ്രാർത്ഥിച്ചു, വീട്ടിൽ തിരിച്ചു വരുന്നു. അല്ലാതെ ഇങ്ങനത്തെ ഒരു സംസാരം പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോലും ഇല്ല എന്നാണ് ബിഷപ്പ് പറഞ്ഞത്. ഈ പുള്ളിക്കാരി പറഞ്ഞു വെച്ചത് വേറെ ആരെ കുറിച്ചുമാണ്. അല്ല എങ്കിൽ ഇത് പറഞ്ഞത് മൊത്തം കള്ളത്തരമാണ്. എന്നിട്ട് ബിഷപ്പിനെ കുറിച്ച് ചേർത്ത് വെച്ച് അവിടെ ബിഷപ്പിനെ പിന്നെയും നാറ്റിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ പിന്നെയും വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന ഈ പറയുന്ന നുണരേഷ്മയെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറ. PR വർക്ക് ചെയ്യുന്നവരെ ഒന്ന് പറഞ്ഞതാ, എന്താണ് വിളിക്കേണ്ടത്? ഒരു മനുഷ്യനെ അദ്ദേഹം ചെയ്ത ഒറ്റ ഒരു തെറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്ഥലം തന്നു. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്കി. ഞാൻ ഈ സൈഡിൽ വെക്കാം. എന്തും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഈ സ്ഥലം കിട്ടിയിട്ട് പോലും ഒരു ശകലം പോലും നന്ദി എന്ന് പറയുന്നതില്ല. നന്ദി വേണ്ട, പോട്ട്. നന്ദി അദ്ദേഹത്തിന് ആവശ്യവുമില്ല. പോട്ടെ, അദ്ദേഹത്തിന് എന്താ പറയാ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഒരാളുമല്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹത്തെ നാറ്റിച്ചത് മാത്രമല്ല, അദ്ദേഹത്തോട് ചെയ്യാൻ പാടില്ലാത്തത് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇട്ട ഒരു വീഡിയോ പോലും അതിലും ഈ പറയുന്ന ബിഷപ്പിനെ നിങ്ങൾ നാറ്റിച്ചിട്ടാണ് പോയേക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വലിച്ചു കയറാൻ ഇട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ നല്ല രീതിയിൽ പോകുമെന്നുള്ളത്. തേങ്ങ 10 അരച്ചാലും താളല്ലേ കറി എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് നിവൃത്തിയാകുന്ന രീതിയിലാണ് നിങ്ങളുടെ ഓരോ പോക്കും. നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. നിങ്ങൾ ഈ സ്ഥലം കണ്ടല്ലോ, എന്തും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഈ പറയുന്ന രേണു സുധിക്ക് ഒരു വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അവരുടെ പിള്ളേരുടെ പേരിലാണ് വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരത് കിട്ടിയിട്ട് ആ സന്തോഷത്തോടെ ഇരിക്കുന്നത് വിട്ട് ഈ പറയുന്ന ബിഷപ്പിനെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കുക. ഈ ബിഷപ്പ് താമസിക്കുന്ന ഒരു ഹട്ട് കെട്ടിയിട്ടാണ് അവിടെ താമസിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കും, ബിഷപ്പ് താമസിക്കുന്ന സ്ഥലം കണ്ടു നോക്കും. ഇവിടെ താമസിക്കുന്ന ഈ ഒരു വ്യക്തി തൊട്ട് അവിടെ ഈ പറയുന്ന രേണു താമസിക്കുന്ന ഒരു വീട്, അതും നിങ്ങളൊന്ന് കണ്ടു നോക്കും. എത്ര വ്യത്യാസമുണ്ട്. രേണു സുഖ സൗകര്യത്തിലും അതോടൊപ്പം തന്നെ ആഡംബരമായിട്ടുള്ള ഒരു വീടും അതിന് വേണ്ട ഫർണിച്ചർ എല്ലാ സാധനങ്ങളും കിട്ടി, എല്ലാം കിട്ടി. സുഖമായിട്ട് ജീവിച്ചു പോകേണ്ടത് വിട്ട് ഈ പറയുന്ന സമൂഹത്തിൽ കുറച്ച് മാന്യമായിട്ട് ജീവിക്കുന്നവരെ എല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കരിവാരി തേക്കുന്ന രീതിയിലേക്ക് പോയത് ഒട്ടും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. PR വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുമായിട്ടാണ് പറയുന്നത്.
നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വന്നിട്ട് PR വർക്ക് ചെയ്യരുത്. ചെയ്യുമ്പോൾ കാര്യം അറിഞ്ഞിട്ട് വേണം PR വർക്ക് ചെയ്യാൻ. അവരെ വീട്ടിൽ ഞങ്ങൾ കുറെ തിന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ടല്ല ഈ സാധനം എടുത്തൊന്നും ചെയ്യുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള സമൂഹത്തിൽ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നവരെ എല്ലാം നാറ്റിച്ചു എന്ന് പറയാം. എന്തിനേറെ പറയുന്നു, ഫിറോസ് പോലും, ഫിറോസിന്റെ ആ പോലും പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന അതുവരെ നിർത്തിച്ചു. കഴിഞ്ഞ ദിവസം ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. എന്തിനായിരുന്നു ഇത്? എത്ര പേർക്ക് സഹായം കിട്ടേണ്ടതാണ്? ഇതെല്ലാം തള്ളി തകർത്തിട്ട് നിങ്ങൾ ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങൾ അങ്ങ് കപ്പും കൊണ്ട് പോവാ. അതാണ് ഞാൻ വേണ്ടത്, കപ്പും കൊണ്ട് പോവാ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്. ബിഷപ്പിന്റെ ആ വാക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് വേദപുസ്തകത്തിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ അവർക്കൊരു നന്മ ചെയ്ത് അവരെ സഹായിക്കുമ്പോൾ നാം ദൈവത്തിന് ഡയറക്റ്റ് ചെയ്തതായിട്ടാണ് നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ. അപ്പൊ അത് ദൈവത്തിന് കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ പള്ളിയിൽ പോയി നമ്മളൊരു നേർച്ച കാഴ്ചകൾ അർപ്പിച്ചാൽ നമ്മൾ അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഇപ്പോഴും ഇല്ല. അവരിൽ നിന്നൊരു താങ്ക്സോ ചിരിയോ ഒരു പുഞ്ചിരിയോ ഒന്നും പ്രതീക്ഷിക്കാതാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തത്. നമ്മൾ എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ നാട്ടിൽ വന്നത് സമൂഹത്തിൽ മറ്റുള്ളവരെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സേവനം ചെയ്യാനായിട്ട്. അത് പ്രതിഫലം ഇച്ഛിക്കുന്നില്ല. പക്ഷെ എന്നെ സൈബർ ബുള്ളി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഞങ്ങൾക്ക് മാനസികമായ ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇതിനകത്ത് സംഭവിച്ച കാര്യം. ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ സൈബർ ബുള്ളി ചെയ്യുമ്പോൾ വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് അത് അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. എനിക്ക് യാതൊരു ബിസിനസ് ലാക്കുകളും ഇല്ല. എൻ്റെ വസ്തു എപ്പോൾ എനിക്ക് ന്യായമായ വില എപ്പോൾ ലഭിക്കുന്നുണ്ടോ ആ കാലയളവിൽ, ചിലപ്പോൾ അത് 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ, അപ്പോൾ വിറ്റാൽ എനിക്ക് യാതൊരു ധൃതിയുള്ള ഒരാളല്ലേ. 2 മക്കൾക്കായിട്ട് ഞാൻ കൊടുത്തു. അത് വളരെ സംതൃപ്തനാണ് ഞാൻ. കൊടുക്കാൻ എനിക്ക് ദൈവം ഒരു അവസരം തന്നു. ഞാൻ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയും പറയും. ഇവിടെ ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഇദ്ദേഹം ആ കൊടുത്തതിൽ വളരെയധികം സന്തോഷമാണ്. ഇദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ഈ രേണു ഇട്ടുകൊടുത്തതാണ് ഇതിനെല്ലാം വിഷയം. ഒരാള് നല്ലൊരു കാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ നശിപ്പിച്ച് കളയരുത്. ഇദ്ദേഹം എത്ര പേർക്ക് സഹായം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അതിനെ മൊത്തം നശിപ്പിച്ച് കളഞ്ഞില്ലേ? എന്നിട്ടാണ് കുറെ എണ്ണം വന്നിരുന്നിട്ട് കമന്റ് അടിച്ച് തള്ളുന്നത്. നമ്മുടെ ചേച്ചി എന്തോ അയൺ ലേഡി ആണെന്നും നമ്മുടെ ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും. ആര് പറഞ്ഞു? ഇങ്ങനെയുള്ളവരെ അവഹേളിച്ചിട്ടാണ് ഈ പറയുന്ന നുണച്ചേച്ചി ഈ ഒരു ലെവലിൽ എത്തിയതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ നുണരേഷ്മ പറയുന്ന ബാക്കി കാര്യം കേട്ടു. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഉള്ളവർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, മക്കളുടെ ചാനലിനെ സപ്പോർട്ട് ഈ പറയുന്ന 2 മക്കൾക്കും ചാനലുണ്ട് എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്ന് ഇവിടെ തന്നെ അവരുടെ പ്രേക്ഷകരെ അവൾ എന്ന് പറയാ കള്ളം പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേട്ടു നോക്കും. പിന്നെ ഈ നെഗറ്റീവ്, അതായത് ഇങ്ങനെ ഈ കൂടെ നിന്ന് ചിരിച്ചിട്ട് മാറി നിന്ന് പറയുന്ന ഇവരോട് എനിക്കൊന്നും പറയാനില്ല. അവരുടെ പ്രവൃത്തി വീണ്ടും തുടരുക. ലാസ്റ്റ് എന്തായാലും ദൈവം തമ്പുരാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറിപ്പോയത്? അഥവാ എന്നെ ഇതുവരെയായിട്ട് വിളിച്ചിട്ടില്ല. വിളിച്ചാൽ എന്തായാലും ഞാൻ കയറി പോകും തന്നെ ഞാൻ പറയുന്നു അല്ലേ. അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് വിളിച്ചാൽ എന്തായാലും സന്തോഷത്തോട് കൂടി പോകും. കാരണം സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേരം സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. സുധിച്ചേട്ടന്റെ ആഗ്രഹമായിരുന്നു രേണു പോകാൻ വേണ്ടി. എന്തൊരു തള്ളാണോ തള്ളിക്കോ കൊള്ളാം. നിങ്ങളെ വിളിച്ചിട്ടില്ല, ഞാൻ ഈ വീട്ടിലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കള്ള വീഡിയോ ഇട്ടിട്ട് തന്നെ നിങ്ങൾ ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് പോയില്ലേ? നിങ്ങളെ സമ്മതിക്കണം. അതിനാ ഞാൻ പറഞ്ഞത് നുണരേഷ്മ എന്ന്. ഇതുപോലെ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ പ്രേക്ഷകരെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നതെന്ന് ഓർത്തോണം. അല്ലേ? നിങ്ങൾ നോർമലായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ ബിഗ് ബോസിലല്ല, ഞാൻ വീട്ടിലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് പോയി. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ കൂട്ടുകാർ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട്. അവർ തന്നെ ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഇതുപോലെ എൻ്റെ കൂട്ടുകാരി പോകുന്നുണ്ട്, അവൾ ഒത്തിരി കഷ്ടപ്പെട്ടവളാണ്, നിങ്ങൾ ഓരോരുത്തരും അവളെ സപ്പോർട്ട് ചെയ്യണം, അവൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, സജന എന്ന് പറയുന്ന പുള്ളിക്കാരി വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ പോയില്ല, അതിനപ്പുറം വോട്ട് ചോദ്യവുമായി. ഇത് ബിഗ് ബോസിന്റെ നിയമത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ തന്നെ നിങ്ങളെ എന്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകാർ തന്നെ നിങ്ങൾക്ക് പാരയാണ് ആദ്യം തന്നെ പണിതത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കൂ എന്താണ് നിങ്ങളുടെ കൂട്ടുകാരി ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ആ ഒരു പോസ്റ്റൊക്കെ മുക്കിയിട്ട് ചേച്ചി പോയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ടിയവരൊക്കെ ആ വീഡിയോ എടുത്ത് ചെയ്യുകയും ചെയ്തു. ഇനിയുമാണ് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം, ഇനി നിങ്ങളിൽ ആരെങ്കിലും പൈസ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഫോണൂടെ മേടിച്ചു കൊടുക്കുക. അത് കേൾക്ക് നിങ്ങൾ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പൊ പിന്നെ എല്ലാവരും പറയാം ഡെയിലി വീഡിയോ എനിക്ക് നല്ലൊരു ഫോണില്ല. ഒന്നാമത്തെ എന്റെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടപോലത്തെ സാധനമാണ്. ഇവിടെ ചെക്കി അവിടെയാണ് ഞാൻ അവസാനിക്കുന്നത്. ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഫോണാണ്. മോശമല്ല, കേടായിട്ടുള്ള ഫോണാണ്. എനിക്കത് സെക്കൻഡ് ഫോൺ ഞാൻ എടുത്താണ്. ചേട്ടന്റെ ആ സമയത്ത് മരിച്ച സമയത്ത് എനിക്കൊരു കസിൻ ബ്രോ എനിക്ക് എടുത്ത് തന്ന ഒരു ഫോണാണ്. അപ്പൊ അതിനകത്ത് എന്തായാലും ക്യാമറ ക്ലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തത്. പിന്നെ എനിക്ക് നല്ല തിരക്കാണ്, ആൽബത്തിന്റെ തിരക്കോട് തിരക്കാണ്. ഉറക്കമൊന്നും ഇല്ല, ഓട്ടം തന്നെയാണ്. ആൽബത്തിനും അതുപോലെ ഷോർട്ട് മൂവീസും എല്ലാം കൂടെ നല്ല തിരക്ക് പിടിച്ച ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലത്തെ ഒരു ഫോണാണ് പുള്ളിക്കാരുടെ ഉള്ളതെന്ന്
നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ മേടിച്ചു കൊടുക്കുക അതിന്, അതും ഐഫോൺ തന്നെ മേടിച്ചു കൊടുക്കുക. ഇതിന് ഒരു പൈസ പോലും കിട്ടുന്നില്ല. അവിടെ ഇവിടെ എന്താ പറയാ, ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരി. ഇന്റർവ്യൂ, അതോടൊപ്പം തന്നെ അഭിനയം. ഈ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പുള്ളിക്കാരിക്ക് ഒരു ഫോൺ മേടിക്കാനുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? ഇല്ലല്ലോ. ഇതാണ് പുള്ളിക്കാരിയുടെ ഒരു ഇത്. അതും ഇനി ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊടുക്കണം. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ആരെങ്കിലും മേടിച്ചു കൊടുക്കൂ, കൊടുത്തിട്ട് നിങ്ങളും അനുഭവിക്കുക. മേടിച്ചു കൊടുക്കുക, ഒരു ഐഫോൺ തന്നെ അങ്ങോട്ട് മേടിച്ചു കൊടുക്കുക. എടാ 5000 രൂപ വെച്ച് കിട്ടുന്ന ഒരു ജസ്റ്റ് ചെറുത് കുറഞ്ഞത് അലൻ ജോസ് പെരേരയ്ക്ക് വരെ കിട്ടുന്നുണ്ട് 15000 വെച്ച്. ഈ പുള്ളിക്കാരിക്ക് ഒരു 5000 വെച്ച് കൂട്ടിയാൽ തന്നെ എടാ ഐഫോൺ മുകളിൽ മേടിക്കരുതോ? അപ്പൊ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ പുള്ളിക്കാരിക്ക് വസ്തു കൊടുത്ത ഈ പറയുന്ന ബിഷപ്പിനെതിരെ ഇവരുടെ കുറെ PR വർക്കുകളൊക്കെ ഇറക്കിയിട്ട് ഈ PR വർക്കിനെയും കൊണ്ടൊക്കെ ഈ പറയുന്ന ബിഷപ്പിനെതിരെ കുറെ വിവാദങ്ങൾ അടിച്ചിറക്കുന്നുണ്ട്. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഈ ബിഷപ്പിന്റെ തന്നെ കുറെ ബന്ധുക്കാരും അത് ഈ പറയുന്ന രേഷ്മയുടെ കൂടെ കൂടിയിട്ടുണ്ട്. അവര് യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ഇട്ടിരുന്നു. ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. അത് കഴിഞ്ഞ സെഷൻ എനിക്ക് കുറച്ച് പറയാനുണ്ട്. ബ്രോ, രേണുസുതിക്ക് കൊടുത്തത് കൊണ്ടല്ല ആ സ്ഥലം വിൽക്കാൻ പറ്റാത്തത്. ആ പ്ലോട്ട് സ്റ്റേയിൽ കിടക്കുന്നതാണ്. ബിഷപ്പിന്റെ വീടിന്റെ മുമ്പിൽ പണി തീരാത്ത ഒരു കെട്ടിടം കണ്ടു. അത് ആ അച്ഛന്റെ പെങ്ങൾക്ക് വേണ്ടി പണിതാണ്. അതും സ്റ്റേ ആണ്. അത് ബിഷപ്പിന്റെ ബന്ധു കൊടുത്തേക്കുന്നതാണ്. ആ ആളുടെ പേര് ഇവിടെ പറയുന്നില്ല. ആവശ്യപ്പെട്ട ഡീറ്റെയിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു കമന്റ് കണ്ടപ്പോൾ ഞാൻ ബിഷപ്പിനെ വിളിച്ചിട്ട് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇതിൻ്റെ അകത്ത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അദ്ദേഹം പറഞ്ഞ ഡീറ്റെയിലും എല്ലാം ഞാൻ ഇതിലൂടെ വെക്കാം. ഈ ഒരു വീട് പണിതില്ല എന്ന് പറയുന്ന ഇതിലകത്ത് സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടേക്കുന്നില്ലയോ? ഈ പറഞ്ഞ വീടിന് ഒരു സ്റ്റേ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നിങ്ങൾ ഓരോ ഡോക്യുമെന്റ്സും നിങ്ങൾ കണ്ടു നോക്കുക. ആ വീടിന്റെ പ്ലാൻ നിങ്ങൾ കണ്ടു നോക്കൂ. ഇത് വേണം ആ വീടിന്റെ പ്ലാൻ. ഇത് പഞ്ചായത്തിൽ കൃത്യമായിട്ടും അതിന്റെ എല്ലാ രേഖകളും അടങ്ങുന്ന ഒരു പ്ലാനാണ്. ആ വീടിന്റെ എല്ലാ ഡീറ്റെയിലും ഇതിന്റെ അകത്തുണ്ട്. അത് മാത്രവുമല്ല, ഈ വീടിന്റെ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇത് എന്തുകൊണ്ട് പണിയുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീട് പാതി വഴി നിന്നിരിക്കുന്നത്. ഇതിനകത്ത് പണിത് തീർക്കണമെങ്കിൽ ഇനി ഒരു 19 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു നല്ലൊരു വീടായിട്ടാണ് ഇത് പണിയുന്നത്. അല്ലാതെ ഇത് സ്റ്റേ ആയിട്ട് കിടക്കുന്നതൊന്നുമല്ല. അതുപോലെ തന്നെ ഈ ഒരു ഭൂമി വിൽക്കാൻ വേണ്ടി അദ്ദേഹം ഇട്ടിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിന് കുറെ പ്രോപ്പർട്ടി ഉണ്ട്. അതൊക്കെ വിൽക്കാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് വിറ്റ് പോകാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു വസ്തുവിന്റെ അകത്ത് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സർക്കാർ ഇതിന് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. ഇതൊരിക്കലും കൊടുക്കത്തില്ല. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിലും ഇതിന്റെ അകത്തുണ്ട്. ഒരു കാരണവശാലും സർക്കാർ ഇങ്ങനെ എന്തെങ്കിലും വസ്തുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കത്തില്ല. ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ കള്ളപ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു സഹായം ചെയ്തു എന്നുള്ളൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ തന്നെ ഈ പ്ലോട്ട് നോക്കൂ. ഈ പ്ലോട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഒരു ഹട്ട് കെട്ടിയിട്ടാണ് അത് താമസിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും അദ്ദേഹം കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇത് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം അവരൊന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഇടയിൽ ഈ പറയുന്ന രേണുസുതിക്ക് അവിടെ ഒരു നല്ലൊരു സ്ഥലം, അത് ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു കണ്ണായ സ്ഥലത്ത് ഈ പറയുന്ന ബിഷപ്പ് അത് കൊടുത്തത്. എത്ര കണ്ണായ ഒരു സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എന്നിട്ട് അവിടെയും കിടന്നുകൊണ്ട് ഈ പറയുന്നവർക്കെതിരെ കുറ്റവും പറഞ്ഞ് ഈ ഇവരുടെ പ്രോപ്പർട്ടി വിറ്റ് പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? നിങ്ങൾ തന്നെ പറ, ഇത് നല്ല കാര്യമല്ലേ? അതാ പറഞ്ഞേ ഈ പറയുന്ന സമൂഹത്തിൽ ഓരോരുത്തരെ കരിവാരി തേച്ചിട്ട് ഇവർക്ക് എന്ത് നേട്ടമാണോ നിങ്ങൾ നോക്കി. ഇത് കണ്ടോ, ഇത് ആ സുധിയുടെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന വീടിന്റെ ഡീറ്റെയിലും കാര്യങ്ങളുമാണ്. ഇദ്ദേഹത്തിന്റെ സ്വത്ത് വിറ്റ് പോകാതിരിക്കാൻ വേണ്ടി നാറ്റിക്കുന്ന കുറെ പേര്. ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ എന്തോ വിഷയമുണ്ടെന്ന് പറഞ്ഞ് രേണുവാണ് ഇത് ആദ്യം എടുത്ത് പുറത്തിട്ടതും. ഈ രേണുവാണ് ഇതിനെല്ലാം തുടക്കം വെച്ചതും. അത് മാത്രമല്ല, ഈ അച്ഛനെതിരെ പല കാര്യങ്ങളും രേണു തന്നെയാണ് പുറത്ത് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ഇപ്പം രേണു പറഞ്ഞു വെച്ച ഈ ഒരു കാര്യവും ഈ ബിഷപ്പിനെതിരെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രേണു ഇതിനെല്ലാം സമാധാനം പറയണം. ഈ പറയുന്ന അദ്ദേഹം നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താൽ രേണു പൂട്ടും. അതുകൊണ്ടാണ് ഈ രേണു എവിടെയും ബിഷപ്പിന്റെ പേര് പറയാതെ പറയുകയാണ്. കാരണം ഇത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. ഒരിക്കലും പേര് പറയത്തില്ല. പേര് പറഞ്ഞാൽ രേണുവിന് അപ്പൊ തന്നെ പണി കിട്ടും. 8ന്റെ പണി കിട്ടും. 8ന്റെ പണി. ഇപ്പൊ 7ന്റെ പണിയാണ് ബിഗ് ബോസിൽ കിട്ടുന്നതെങ്കിൽ ഇവിടെ 8ന്റെ പണി കിട്ടും. അതുകൊണ്ടാണ് പുള്ളിക്കാരി എങ്ങും പേര് പറയാതെ ഈ പറയുന്ന ബിഷപ്പിനെ നാറ്റിക്കുകയാണ്. എന്തൊരു ഇതാണ്, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്റെ പൊന്നു പ്രേക്ഷകരെ. എന്തൊരു ഇതാണ്. ഇങ്ങനെ ഒരു സഹായം ചെയ്തൊരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ നാറ്റിക്കാൻ പറ്റുമോ? ഒരു 30 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി കൊടുത്ത ഒരു മനുഷ്യൻ ഇന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഈ 30 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി ഇവർക്ക് കിട്ടിയപ്പോൾ അതിനെ എന്താ പറയുക, ഒരു ഇതുപോലെ കാണണം. അതാണ് വേണ്ടത്. അല്ലാതെ ഇദ്ദേഹത്തെ ഇങ്ങനെ കരിവാരി തേക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് വളരെ കഷ്ടമാണ്.
നമ്മുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾ, ഇപ്പോൾ ഈ പറയുന്ന രേഷ്മയുടെ ബന്ധുക്കള് ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുമോ? സ്വന്തക്കാർ കൊടുക്കുമോ? എനിക്കറിയാൻ ചോദിക്കാം. നമുക്കൊന്നും തരത്തില്ല. നമ്മുടെ ബന്ധുക്കാരൊക്കെ എന്തെങ്കിലും തന്നാൽ തന്നെ അവർക്ക് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടായിരിക്കും ചെയ്യുക. പിന്നെ അല്ല പോട്ടെ, അവർ ചെയ്തെന്ന് തന്നെ ഇരുന്നോട്ടെ, നമ്മളും അവർക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യുമല്ലോ. നമ്മുടെ ഇവർ കല്യാണത്തിന് വന്നു, എന്റെ കല്യാണത്തിന് വന്ന് എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കല്യാണത്തിന് പോകുമ്പോൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കും. അതാണ് ഒരു പൊതുവെ ഒരു ഇത്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രതീക്ഷയും ഇല്ല, എനിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്ത സഹായമാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്തപ്പോൾ അദ്ദേഹത്തെ നാറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുകയാണ്. ഒരാൾ പോലും നമുക്ക്, നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവർ ഒരാൾ പോലും നമുക്ക് ഒരു 10 രൂപ വെറുതെ തരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും നല്ലൊരു ഇത് കിട്ടിയത്, ഒരു പ്രോപ്പർട്ടി കിട്ടിയത്. ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർക്ക് ആ ഒരു വസ്തു കിട്ടിയിരിക്കുന്നത്. എന്നിട്ടാണ് ഇവർ വന്നിരുന്ന് ഇങ്ങനെ ആ ഒരു ബിഷപ്പിനെ പിന്നെയും നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇതൊരിക്കലും നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഇവർ ബിഗ് ബോസിൽ പോയി കപ്പെടുത്തോണ്ട് വന്നാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന സമൂഹത്തിൽ കള്ളങ്ങൾ പറയുകയും ഒരു വ്യക്തികളെ തേജോവധം ചെയ്യുകയും ചെയ്യുന്ന ഈ വ്യക്തി ഇവിടെ പോയി ബിഗ് ബോസിൽ പോയി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഒരു പോയിന്റ്. ഇനി ഇവരെ ഏതൊക്കെ മുഖംമൂടി എടുത്ത് അണിഞ്ഞോണ്ട് വന്നാലും പൊതുസമൂഹത്തിൽ ഇവർ ചെയ്ത ഓരോ കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യും. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കണം മസ്റ്റ് കമന്റ്. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.